മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് നിന്നാൽ പച്ച തൊടില്ലെന്ന തിരിച്ചറിവിലാണ് ബദ്ധവൈരികളായ ബിജെപിയും ശിവസേനയും സഖ്യത്തിലാകാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ആ നീക്കം ശിവസേനയ്ക്ക് ഇപ്പോൾ പാരയാവുകയാണ്. സഖ്യത്തിൽ പ്രതിഷേധിച്ച് കൂട്ടരാജിയാണ് ശിവസേനയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറെ കാലമായി ബിജെപിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കടുത്ത വിമർശകരാണ് ശിവസേന. ഈ അടുത്തുവരെ ബിജെപിയുമായി സഖ്യത്തിനില്ലെന്ന് ശിവസേന പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് NCP സഖ്യം ഉറപ്പായ സാഹചര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ ബിജെപിയുമായി സഖ്യത്തിന് സമ്മതം മൂളുകയായിരുന്നു ശിവസേന. മഹാരാഷ്ട്രയിലെ ആകെയുള്ള 48 സീറ്റിൽ 25-ൽ ബിജെപിയും 23-ൽ ശിവസേനയും മത്സരിക്കാനാണ് തീരുമാനം. എന്നാൽ കാലങ്ങളായി വിമർശിക്കുന്ന പാർട്ടിയെ പൊടുന്നനെ പുണർന്നത് ഒരു വിഭാഗം ശിവസേന നേതാക്കൾക്കും അണികൾക്കും ദഹിച്ച മട്ടില്ല. ശിവസേനയിലെ പ്രമുഖ നേതാവ് ഘൻശ്യാം ഷേലർ അണികൾക്കൊപ്പം പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഹമ്മദ് നഗർ മണ്ഡലത്തിൽ നിന്ന് ശിവസേന മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്ന സ്ഥാനാർത്ഥിയാണ് ഷേലർ. അഹമ്മദ് നഗറിൽ പ്രചരണം ആരംഭിക്കാൻ ശിവസേന തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഷേലർ വ്യക്തമാക്കുന്നു. നിർദ്ദേശം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് റാലിയും നടത്തി. ബിജെപി ശത്രുപക്ഷത്താണെന്നാണ് പാർട്ടി തന്നെ അറിയിച്ചതെന്നും ഷേലർ പറയുന്നു. എന്നാൽ പൊടുന്നനെ സഖ്യം പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്നാണ് ഷേലർ രാജിവെച്ചത്.